പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സാബു കെ ജെ എന്നാണ്. ഞാനിപ്പോൾ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കി ജില്ലയിലെ പ്രകാശഗ്രാം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഞാൻ 2000-ലാണ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത്. അപ്പോൾ എൻ്റെ സാക്ഷ്യം ഈ ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിൽ പറയുവാൻ തക്കവണ്ണം അവസരം ഒരുക്കി തന്ന പ്രിയ ദൈവദാസന് ക്രിസ്തുയേശുവിനുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്ന ഒരു നിരീശ്വരവാദ കുടുംബത്തിലാണ്. അപ്പോൾ കുട്ടിക്കാലം മുതലേ നിരീശ്വരവാദത്തിൻ്റെ കഥകളും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കഥകളൊക്കെ കേട്ടു വളർന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഒരു നിരീശ്വരവാദ കുടുംബത്തിലെ 3-ാമത്തെ തലമുറയാണ് ഞാൻ. അപ്പം എൻ്റെ പിതാവ്, എൻ്റെ പിതാവിൻ്റെ പിതാവ്, പിന്നെ ഞാൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിച്ചു കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായി ഞങ്ങളുടെ കുടുംബം അങ്ങനെ മുമ്പോട്ട് പോകുന്നൊരു കാലഘട്ടമാണ്. എനിക്ക് 25 വയസ്സുള്ളപ്പോൾ BA സെക്കൻഡ് ഇയറിന് MES കോളേജ് നെടുങ്കണ്ടം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു നിരീശ്വരവാദ കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തി കർത്താവിങ്കിലേക്ക് വരുവാനിടയായി തീർന്ന സാഹചര്യം, അതാണ് ഞാൻ അല്പസമയത്തിനുള്ളൊന്ന് വിവരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ 1997 ജൂൺ മാസം 17-ാം തീയതി നടന്ന ഒരു സംഭവമാണ് എന്നെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റൊന്നുമായിരുന്നില്ല, എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്ത ഒരു സംഭവമായിരുന്നു അത്. നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചു വന്ന അദ്ദേഹം നല്ല ഒരു ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒക്കെയുമായിട്ട് മുമ്പോട്ട് പോകുന്ന കാലഘട്ടം. അദ്ദേഹം ഒരു 1985 ബോംബെയിലെ നീഗ്രോ ബിയർ കമ്പനിയുടെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി താന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു 3-4 വർഷക്കാലം ചിലവഴിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു വീണ്ടും കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെ വീണ്ടും അദ്ദേഹം കേരളത്തിൽ വന്നതിന് ശേഷവും ഈ നിരീശ്വരവാദത്തിൻ്റെതാകുന്ന ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെപ്പറ്റി ആരെങ്കിലും പറഞ്ഞാൽ വളരെയധികം നഖശികാന്തം എതിർക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റെ പിതാവിനും എൻ്റെ പിതാവിൻ്റെ പിതാവിനും. അപ്പം അതേ സ്വഭാവമാണ് എനിക്കും എൻ്റെ ജ്യേഷ്ഠനും ഒക്കെയും പിന്നീടും ലഭിച്ചതും അപ്രകാരമാണ്. എന്നാൽ 1997 ജൂൺ മാസം 17-ാം തീയതി വിഷാദ രോഗത്തിന് അടിപ്പെട്ട എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്യുന്നതോടുകൂടി ഞങ്ങളുടെ കുടുംബജീവിതം ആകെ താറുമാറാവുകയാണ്. അപ്പം എനിക്കന്ന് 18 വയസ്സാണ്, എൻ്റെ ജ്യേഷ്ഠന് ഒരു 19-20 വയസ്സുണ്ട്, എൻ്റെ അനുജന് 13 വയസ്സാണ് അന്നത്തെ പ്രായം എന്ന് പറയുന്നത്. എൻ്റെ അമ്മ ഒരു വികലാംഗയാണ്. 3 വയസ്സുള്ളപ്പോൾ പോളിയോ വന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാനായിട്ട് വലിയ പ്രാഞ്ചാറില്ലാത്ത, ഇല്ലെങ്കിൽ അപ്രകാരം ഒരു കഴിവില്ലാത്ത എൻ്റെ മാതാവും ഞങ്ങൾ 3 കുട്ടികളുമായി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ കുട്ടിക്കാലം മുതലേ ഈ കമ്മ്യൂണിസത്തിൻ്റെയും അതുപോലെ തന്നെ നിരീശ്വരവാദത്തിൻ്റെ കോവൂരിൻ്റെ സമ്പൂർണ്ണ കൃതികൾ, ഇടമറുകിനെ പറ്റിയുള്ള കഥകൾ, അങ്ങനെ നിരീശ്വരവാദത്തിൻ്റെ കഥകൾ കേട്ടാണ് ഞാൻ വളർന്നത്. ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കുടുംബങ്ങളും ഹിന്ദു കുടുംബങ്ങളാണ്. അവരെല്ലാവരും വൈകിട്ട് നാമം ജപിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ പിതാവ് എന്നെ മേശപ്പുറത്തിരുത്തിയിട്ട് കുട്ടിക്കാലത്ത് പറഞ്ഞു തരുന്ന കോവൂരിൻ്റെ സമ്പൂർണ്ണ കൃതികളിലെ കഥകളും ദസ് ക്യാപിറ്റൽ വായിച്ചിട്ട് അന്ന് എന്താണെന്ന് പോലും മനസ്സിലാത്ത എന്നോട് അതിനെപ്പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി. ഞാൻ 9-ാമത്തെ വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുകയാണ്. പുരോഗമന ബാലസംഘം, പിന്നെ SFI, DYFI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ MES കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുവാനും അവിടുത്തെ കോളേജിൽ പിന്നെ മാഗസിൻ എഡിറ്ററായിട്ട് മത്സരിക്കാനും ഒക്കെ എൻ്റെ ജീവിതത്തിൽ അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ ഈ പിതാവിൻ്റെ മരണം ഞങ്ങളെ വല്ലാതെ പിടിച്ചുലയ്ക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഈ പിതാവ് ഒരു ഡിപ്രഷൻ, ഇല്ലെങ്കിൽ ഒരു വിഷാദ രോഗം ബാധിച്ച് മരിക്കുകയും, എന്നാൽ ഇതിനെ തുടർന്ന് പിന്നീട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശയങ്ങളുമില്ലായിരുന്നു. കാരണം എൻ്റെ പിതാവിൻ്റെ പിതാവിനെ അടക്കിയിരിക്കുന്നത് പറമ്പിലാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പുതപ്പിച്ച്. എൻ്റെ പിതാവിൻ്റെ മാതാവിനെ അപ്രകാരമാണ് അടക്കിയത്. ഒരു പൂജയും കർമ്മങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും ഞങ്ങളൊരു പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ പോയിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എവിടെ പോകണോ, ആരെ ആശ്രയിക്കണമെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. അപ്പോഴൊക്കെ പാർട്ടിയുടെ സഹായങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, ഈ 1997 ജൂൺ മാസം 17-ന് എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങൾ വലിയ ഒരു കറുത്ത ദിനങ്ങളെന്ന് പറയത്തക്ക രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കി.
അങ്ങനെ എൻ്റെ മാതാവിന് ഈ പിതാവിന്റെ മരണത്തെ തുടർന്ന് ചില മാനസികപരമാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ അടുത്തുള്ളൊരു കത്തോലിക്ക പള്ളിയിൽ എൻ്റെ മാതാവിനെ കൊണ്ടുവന്ന് ഞാൻ അംഗമാക്കുകയാണ്. ഒരിക്കലും ഞാൻ ആ പള്ളിയിൽ പോകുവാൻ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും മാതാവിന്റെ ആ കൂട്ടിന് വേണ്ടി പലപ്പോഴും ഞാനും അവിടെ പോയിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ഒരു നിരീശ്വരവാദിയായിട്ട് തന്നെയാണ് ജീവിച്ചു വളർന്നത്. എന്നാൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ, എൻ്റെ പിതാവ് മരിച്ച് ഒരു വർഷം കഴിയുമ്പോൾ, അതേ ഡേറ്റിന് അതേ സമയത്ത് ഈ ആത്മാവ് എൻ്റെ മേൽ വരികയാണ്. അങ്ങനെയാണ് എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാകുകയാണ്. 97 ജൂൺ മാസം 17-ാം തീയതി എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്യുന്നു. വൈകിട്ട് 6 മണിക്കാണ്. അതേ സമയത്ത് തന്നെ ഈ ആത്മാവ് എൻ്റെ മേൽ വരികയാണ്. ആ കറക്റ്റ് സമയത്ത് 98, 99, 2000 ഈ 3 വർഷവും എന്താണ്, ഈ പിതാവിന്റെ ആത്മാവ്, ഈ ആത്മഹത്യയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നിട്ട് എന്നെ വല്ലാതെ ഫോഴ്സ് ചെയ്യുകയാണ് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ആത്മാവ് എൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും വീട്ടിൽ കയറാൻ കഴിയത്തില്ല. അതാണ് ഒന്ന്, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. പിന്നെ ഞങ്ങളുടെ അടുത്തെല്ലാം മലകൾ, അതുപോലെ തന്നെ ഒരു കുരിശുമലയുണ്ട്. ഭയങ്കര മലമടക്കുകളാണ്. വീടുകളൊക്കെ അകന്നകന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെ കുരിശുമലയിൽ പോയിട്ട് അവിടെ കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അവിടെ ഇതുപോലെ മലമടക്കുകളുണ്ട്, അവിടെയൊക്കെ പോയി കിടന്നുറങ്ങാം. ഞങ്ങൾ നേരത്തെയും അവിടെ പോയി കിടന്നുറങ്ങാറുണ്ട്, അവിടെ ഇരിക്കാറുണ്ട്. സുഹൃത്തുക്കളുമായി പലപ്പോഴും സിഗരറ്റ് വലിക്കാനും മദ്യപിക്കാനും ഒക്കെ ഞങ്ങളോട് പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രോഗം വന്നപ്പോഴും ഞാൻ ഈ വീട്ടിൽ നിന്ന് വിട്ട് ഇറങ്ങിപ്പോകും. ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ ഈ ആത്മാവ് എന്നെ വിട്ടുമാറും. പിന്നെ ഞാൻ സ്വബോധത്തിലേക്ക് മടങ്ങി വരും. അങ്ങനെ 98 99 ഇതേപോലെ ജൂൺ മാസം 17-ാം തീയതി എൻ്റെ മേലെ ഈ ആത്മാവ് വരികയും അന്ന് മുതൽ പിന്നീട് ഇതുപോലെ ഒരു 3 മാസക്കാലം ഈ ആത്മാവിന് അഡിക്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ കാട്ടിലും മലമടക്കുകളുമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വിവരം എൻ്റെ 1-2 സുഹൃത്തുക്കൾക്കല്ലാതെ എൻ്റെ വീട്ടിലുള്ളവരോട് പോലും ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ വന്നപ്പോൾ പറയാറില്ലായിരുന്നു. കാരണം എൻ്റെ പിതാവ് മരിച്ചു പോയത് കൊണ്ട്, എൻ്റെ മാതാവിന് വികലാംഗി ആയതുകൊണ്ട് ഞാനത് എൻ്റെ അമ്മയോട് പറയാറില്ല, എൻ്റെ ജ്യേഷ്ഠനോട് പറയാറില്ല, അനിയനോട് പറയാറില്ല. ഞാനത് എൻ്റെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് അങ്ങനെ ജീവിക്കുമായിരുന്നു. എന്നാൽ 2000 എനിക്ക് അസുഖം ഉണ്ടാകുന്നത്, ഇല്ലെങ്കിൽ പിതാവിന്റെ ആത്മാവ് എൻ്റെ മേൽ വരുന്നത് ജൂൺ മാസം 1-ാം തീയതി എൻ്റെ സുഹൃത്തുമായിട്ട് ഞാനൊരു വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. ഇത് പൊടുന്നനെ ശരീരത്തിലേക്ക് വന്നിട്ട് ശരീരത്തൊരു ഷോക്ക് അടിക്കുന്ന പോലെ അവസ്ഥ ഉണ്ടാകുകയും നമ്മൾ പെട്ടെന്ന് നിശബ്ദരായി പോകും. അതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന നമ്മൾ നിശബ്ദരായി പോവുകയും പിന്നീട് നമുക്ക് ആഹാരം കഴിക്കാൻ കഴിയില്ല, ഉറങ്ങാൻ കഴിയില്ല, വീട്ടിൽ കയറാൻ കഴിയില്ല. അതുപോലെ തന്നെ നമുക്ക് കുളിക്കുവാനോ പല്ല് തേക്കുവാനോ ഒരു തരത്തിലും നമുക്ക് ഒരു മാനുഷ്യപരമാകുന്ന കാര്യക്രമങ്ങളെ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അന്ന് 2000 ഈ ആത്മാവ് എൻ്റെ മേൽ വരുന്ന സമയത്ത് എൻ്റെ BA-യുടെ സെക്കൻഡ് ഇയറിന്റെ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നം എനിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിന് ഒക്കെ നല്ല മാർക്ക് വാങ്ങിച്ച് ജയിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ അസുഖം എൻ്റെ മേൽ വന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും പരീക്ഷയ്ക്ക് പോകുവാനോ കോളേജിൽ പോകുവാനോ ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ജൂൺ മാസം 1-ാം തീയതി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് 49 ദിവസം കഴിഞ്ഞാണ്, 49-ാമത്തെ ദിവസമാണ് ഞാൻ 48-ാമത്തെ ദിവസമാണ് ഞാൻ ആ ഭവനത്തിലേക്ക് തിരികെ ചെല്ലുന്നു. 48 ദിവസവും ഞാൻ കൂട്ടുകാരുടെ ഭവനങ്ങളിലും മന്ത്രവാദിയുടെ ഭവനത്തിലും കോട്ടയിലെ ധ്യാന കേന്ദ്രത്തിലും നെടുങ്കണ്ടം കരുണാശുപത്രിയിലെ ആൻസൺ ഡോക്ടറുടെ കീഴിലുള്ള ട്രീറ്റ്മെന്റിലൊക്കെ ആയിട്ട് അടുത്ത 48 ദിവസക്കാലം ഞാനിങ്ങനെ തള്ളി നീക്കുകയാണ്. എന്നാൽ ഇതിനിടയ്ക്ക് ഞാൻ 7 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. എൻ്റെ പിതാവ് ചെയ്തതുപോലെ ആത്മഹത്യ ചെയ്യണം. കാരണം അതുപോലെ എൻ്റെ ശരീരത്തുണ്ടായ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ദിവസമായപ്പോൾ എൻ്റെ ശരീരത്തെ ഞരമ്പുകൾ മുഴുവനും അകത്തേക്ക് വലിഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഈ ഞരമ്പുകൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അകത്തേക്ക് വലിഞ്ഞു പോയിട്ട് പൂർണ്ണമായിട്ട് ഞരമ്പുകളെല്ലാം ശരീരത്തിന് അപ്രത്യക്ഷമാകുന്നു. 21-ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് എൻ്റെ ശരീരത്തിൽ വയറിൻ്റെ അകത്തെ അവയവങ്ങൾ അസിഡിറ്റി ബാധിച്ചിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായി. 31-ാമത്തെ ദിവസം മുതൽ വയറ്റിൽ നിന്ന് ഭയങ്കര ദുർഗന്ധം അടിക്കുവാൻ തുടങ്ങി. ഒരു റൂമിൻ്റെ അകത്തിരുന്ന് സംസാരിക്കാൻ കഴിയില്ല, സംസാരിച്ചാൽ അടുത്തിരുന്നവർക്ക് ഇരിക്കാൻ കഴിയില്ല, അതുപോലെ അടുത്തിരുന്ന ഒരാൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നിട്ട് അങ്ങനെയാണ് ഞാൻ ആൻസൺ ഡോക്ടർ, നെടുങ്കണ്ടത്തുള്ള ആൻസൺ ഡോക്ടറെ അടുത്ത് ഒരു 11 ദിവസക്കാലം ട്രീറ്റ്മെന്റ് ചെയ്തു. 1 മിനിറ്റ് ഉറങ്ങുന്നതിനൊക്കെ 4 ഉറക്കഗുളിക വരെ തന്നിട്ട് എനിക്ക് 1 മിനിറ്റ് ഉറങ്ങുന്നതിന് വേണ്ടി 4 ഉറക്കഗുളിക വരെ തന്നിട്ടുണ്ട്. പക്ഷെ ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ കഴിയത്തില്ല. മന്ത്രവാദിയുടെ വീട്ടിൽ പോയി ഒരു 10-12 ദിവസക്കാലം മന്ത്രവാദിയുടെ വീട്ടിൽ ചരട് ജപിച്ച് കെട്ടി സരസ്വതി പൂജ, ശിവപൂജ, വിഷ്ണു പൂജ, അയ്യപ്പ പൂജ, ഇങ്ങനെയുള്ള എല്ലാ പൂജകളും ചെയ്ത് എൻ്റെ കയ്യാൽ ഒരു ചരട്, കഴുത്തില്, അരയില്, ഇങ്ങനെ ഒരുപാട് ചരടുകളെല്ലാം ജപിച്ച് കെട്ടി അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പൂജകൾ കഴിയുമ്പോൾ നിനക്ക് പൂർണ്ണമായി സൗഖ്യമാകുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ പൂജകളൊന്നും കഴിഞ്ഞിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള സൗഖ്യമാകില്ല. അങ്ങനെയാണ് ഞാൻ അവസാനം എൻ്റെ അമ്മ പോകുന്ന കത്തോലിക്ക പള്ളിയിലെ ഫാദർ പയസ് തെക്കവയിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാകുന്ന പള്ളിയിലച്ഛനടുത്ത് ചെന്നിട്ട് അച്ഛനോട് എൻ്റെ കാര്യങ്ങൾ തുറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാബു ഞാനൊരു കൊന്ത പൂജിച്ചു തരാം,
അതുപോലെ തന്നെ കാശി രൂപം പൂജിച്ചു തരാം, ഒരു ബൈബിൾ പ്രാർത്ഥിച്ചു തരാം, നീ ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കിടന്ന ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അച്ഛൻ ഇതെല്ലാം ചെയ്തു തന്നു. പക്ഷെ ഈ കൊന്തയും പൂജിച്ച് ഈ കാശി രൂപം എല്ലാം പൂജിച്ചുകൊണ്ട് ഞാൻ അവിടെ വീട്ടിൽ ചെന്നു. പക്ഷെ എനിക്ക് അവിടെ ഭവനത്തിൽ കിടക്കാൻ കഴിയത്തില്ലാത്ത അവസ്ഥ വന്നു. ഞാൻ വീണ്ടും രാത്രിക്ക് ഇറങ്ങി ഓടുകയാണ്. മന്ത്രവാദി ഇപ്രകാരം 5 രൂപ തൊട്ടുകൾ പൂജിച്ചു തന്നു, എണ്ണ പൂജിച്ചു തന്നു, ഇതൊക്കെ തേച്ചിട്ട് എനിക്ക് ഭവനത്തിൽ കയറാൻ കഴിയുന്നില്ല. അങ്ങനെ പിന്നെയും ഞാൻ അച്ഛൻ്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞത് അച്ഛനോട് പറഞ്ഞു, സാബു അങ്ങനെയാണെങ്കിൽ പോട്ടയ്ക്ക് പോവുക, അവിടെ ഒരു 7 ദിവസത്തെ ധ്യാനം കൂടുമ്പോൾ അസുഖം കംപ്ലീറ്റ് മാറിപ്പോകുമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ അച്ഛൻ അങ്ങനെ ഫാദർ പയസ് തെക്കവയിൽ നെടുങ്കണ്ടത്തിലെ സെന്റ് ജോസഫ് ചർച്ചിന്റെ പിന്നെ പ്രീസ്റ്റായിട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് എന്നെ പോട്ടയ്ക്ക് പറഞ്ഞു പിടിക്കുകയാണ്. അങ്ങനെ പോട്ടയിലെ ധ്യാന കേന്ദ്രത്തിൽ പോയി 7 ദിവസം ധ്യാനം കൂടി. ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുന്നത് ഇരട്ടി അസുഖമായിട്ടാണ്. ഈ അസുഖം ഭയങ്കരമായിട്ട് പോട്ടയിൽ വെച്ച് കൂടുകയാണ്. അങ്ങനെ ഞാൻ പോട്ടയിൽ നിന്ന് ട്രെയിനിന് തല വെക്കാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അവർ സെക്യൂരിറ്റി ഗാർഡ് വന്ന് എന്നെ പിടിക്കുന്നു. അതിന്റെ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ചെന്ന് കയറുന്നു. അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡ് എന്നെ രക്ഷിക്കുകയാണ്. അങ്ങനെ 7 പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും പോട്ടയിൽ നിന്ന് മടങ്ങി വന്നു. 48ാമത്തെ ദിവസം ഞാൻ ഈ അന്നേരത്തെ എൻ്റെ ശരീരം മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി. ശരീരം പരിപൂർണമായിട്ട് ശോഷിച്ച് ഒരു മനുഷ്യരൂപത്തിൽ നിന്നും വ്യതിചലിക്കുന്ന മറ്റു രൂപത്തിലേക്ക് എൻ്റെ മുഖവും കണ്ണും ശരീരം എല്ലാം പോയി. അങ്ങനെ ഒരു പ്രാകൃത രൂപത്തിൽ ഞാൻ ഒരു 48 ദിവസം അലഞ്ഞു നടന്നു. ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം മാത്രമാണ് ആഹാരം കഴിക്കുന്നത്. അങ്ങനെ അതൊരു മന്ത്രവാദിയുടെ വീട്ടിൽ പോയി അവിടെ വെച്ചാണ് ഈ ആഹാരം കഴിക്കുന്നത്. എന്നാലും 48ാമത്തെ ദിവസം ഞാൻ തീരുമാനിച്ചു, ഞാൻ പഠിക്കുന്ന കോളേജിൽ ചെന്ന് എൻ്റെ കൂട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓട്ടോയും വിളിച്ച് ഞാൻ പഠിക്കുന്ന കോളേജിൽ, ഞാൻ MES കോളേജ് നെടുങ്കണ്ടത്ത് ചെന്നിട്ട്, അപ്പോൾ അവിടുത്തെ പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളെല്ലാം തയ്യാറായി, പരീക്ഷയ്ക്ക് വേണ്ടി അവർ റെഡി ആയിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവരെന്നെ കണ്ടി ഓടി വന്നതിനോട് ചോദിച്ചു, എന്താണ് നീ പരീക്ഷ എഴുതാത്തത്? ഞാൻ പറഞ്ഞ് എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, 3 മാസം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോരുകയാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ തിരിച്ചു പോരുന്നത്. അന്ന് രാത്രിക്ക് ഞാൻ ഭവനത്തിൽ വന്നു. ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി അമ്മയുടെ ഒരു സാരി എടുത്ത് അയലിട്ടിട്ട് ഞാൻ രാത്രിക്ക് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എൻ്റെ പിതാവ് ആത്മഹത്യ ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ അന്ന് രാത്രിക്ക് എൻ്റെ ജ്യേഷ്ഠൻ അന്ന് സന്മാർഗബോധിനി ഗ്രന്ഥശാലയിലെ പിന്നെ ലൈബ്രറിനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. അദ്ദേഹം രാത്രിക്ക് ഒരു പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ മുറിയിൽ കയറിയിരുന്ന് വായിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ മുറിയിലൂടെ കടന്നു കൊണ്ട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങി പോകുവാൻ. അപ്പൊ ഞാൻ ആത്മഹത്യായിരിക്കുന്നവരും ആർക്കും അറിയത്തില്ല. എന്നാൽ ഈ ജ്യേഷ്ഠൻ അവിടെ ഇരുന്നുകൊണ്ട് പുസ്തകം വായിക്കാൻ തുടങ്ങി. ആ പുസ്തകം വായിച്ച് അദ്ദേഹം ഒരു 11 മണിക്ക് പുസ്തകം വായിക്കാൻ തുടങ്ങി. വായിച്ച് നേരം വെളുത്ത് 5:30 വരെ അദ്ദേഹം ആ പുസ്തകം വായിക്കുകയാണ്. അദ്ദേഹത്തെ ദൈവം ഉറക്കിയില്ല. ആ പുസ്തകം വായിച്ചുകൊണ്ട് അദ്ദേഹം നേരം വെളുത്ത് 5 മണി വരെ അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ഉറങ്ങിയാൽ ഞാൻ ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്യും. 49ാമത്തെ ദിവസമായി. എൻ്റെ ജ്യേഷ്ഠൻ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോയി, അനുജൻ പള്ളിക്കൂടത്തിലേക്ക് പോയി, എൻ്റെ അമ്മ വീട്ടിലുണ്ട്. ഞാൻ അപ്പോൾ തന്നെ ഒരുങ്ങിയിട്ട് വീണ്ടും ആ കാട്ടിലും മലമടക്കുകളിലുമാകുന്ന ആ കുരിശുമലയുടെ ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് ചിന്തിച്ച് എന്ത് ചെയ്യണം, ഇന്നലെ രാത്രിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 49ാമത്തെ ദിവസം ഞാൻ വീണ്ടും ഭവനത്തിലേക്ക് വൈകിട്ട് മടങ്ങി വന്നു. ഇന്ന് എന്തായാലും എൻ്റെ ജ്യേഷ്ഠൻ ഉറങ്ങും, ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും മടങ്ങി വരികയാണ്. അങ്ങനെ അമ്മയുടെ സാരി എടുത്ത് അയയിലിട്ടതിന് ശേഷം ഞാൻ വീണ്ടും എന്ത് ചെയ്യുകയാണ്, ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ ജ്യേഷ്ഠൻ നേരത്തെ ഉറങ്ങാൻ കിടന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇന്ന് ജ്യേഷ്ഠൻ ഉറങ്ങും, എല്ലാവരും ഉറങ്ങും, ആത്മഹത്യ ചെയ്യാമെന്ന്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഷിബു എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ഈ ആശുപത്രി പോകുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഷിബു, മന്ത്രവാദിയുടെ തന്നെ കൂട്ടിക്കൊണ്ട് പോയ ആള്, അങ്ങനെ ഞാൻ എവിടെയൊക്കെ പോയി എന്നെ ഗൈഡ് ചെയ്യുന്ന എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് ഷിബു എന്ന് പറയുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം, നിനക്കൊരു പക്ഷെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല നിന്റെ പശ്ചാത്തലം അനുസരിച്ച്. ഞാൻ ചോദിച്ചു എന്താണെങ്കിലും പറയൂ, ഞാൻ നോക്കാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അവസാനമായി ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് പാസ്റ്ററെ കൊണ്ട് നിന്റെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഈ അസുഖം മാറുമെന്ന് ഷിബു. കാരണം അവൻ ഒരു പെന്തക്കോസ്ത് പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇന്ന് മരിച്ചുപോയി, അദ്ദേഹം ഇല്ല, എനിക്കുണ്ടായ അതേ രോഗം എന്നാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഷിബു അത് മാത്രം ഞാൻ ചെയ്യത്തില്ല, കാരണം എൻ്റെ കുടുംബ പശ്ചാത്തലം നിനക്കറിയാമല്ലോ, ഞാൻ ഒരിക്കലും ക്രിസ്ത്യ വിശ്വാസത്തിലേക്കോ പെന്തക്കോസ്തിലേക്കോ ഞാൻ വരത്തില്ല, എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല, മറ്റേത് കാര്യം പറഞ്ഞാലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ ഷിബു എന്നോട് പറഞ്ഞു, ഇതല്ലാതെ ഇനി വേറെ മാർഗ്ഗമില്ല, കാരണം നീ പോകാവുന്നിടത്തെല്ലാം പോയി പൈസ ചെലവ് ചെയ്യാന്നൊക്കെ ചെലവ് ചെയ്തു, ഇതുവരെ രോഗസൗഖ്യം ഉണ്ടായില്ല, ഇതാണ് എൻ്റെ ഫൈനൽ അഡ്വൈസ്, നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനും സ്വീകരിച്ചില്ല. പക്ഷെ 49ാമത്തെ ദിവസം ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി സാരി എടുത്തു വെച്ച് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഈ ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങുകയാണ്, നിനക്കൊരു പെന്തക്കോസ്ത് പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ നിന്റെ രോഗം ഭേദമാകും. എന്നിട്ട് അവൻ പറഞ്ഞു, ഇനി പോകാൻ പറ്റത്തില്ലെങ്കിൽ നീ നിന്റെ റൂമിലിരുന്ന് നീ യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക, ഒരു പക്ഷെ നീ സൗഖ്യമാകുന്നു. ആ സുഹൃത്ത് പള്ളിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. ഇന്ന് ആ സുഹൃത്ത് ജീവനോടെ ഇല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ വാക്ക് എൻ്റെ കാതിൽ പതിയുവാനിടയായി. എൻ്റെ കാതിൽ ഇങ്ങനെ മുഴങ്ങുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ ഓർത്ത് ഏതായാലും മരിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും പെന്തക്കോസ്തുകാരായിട്ടില്ല. ഞങ്ങളെല്ലാം നിരീശ്വരവാദികളായിട്ട് ജനിച്ചു, നിരീശ്വരവാദികളായി മരിക്കണമെന്ന
പിതാവിന്റെ പിതാവിന്റെ പിതാവിന്റെയൊക്കെ ആഗ്രഹം പോലെ തന്നെ ജീവിക്കുകയാണ്. എങ്കിലും ഇതൊരു മരണത്തോടടുത്തിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പം ഞാൻ എന്നാൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. അതൊരു ടെസ്റ്റിംഗ് ആണ്, ഇല്ലെങ്കിൽ ദൈവത്തെ ഒന്ന് പരീക്ഷിക്കുന്ന പോലെയുള്ള ഒരു പ്രാർത്ഥനയാണ്. അത് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടല്ല, ഷിബു എന്ന് പറഞ്ഞ സഹോദരൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കട്ടിൽ ഇരുന്നു കൊണ്ട് ഭയങ്കര മഴ കോരി ചൊരിയുകയാണ്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ. അപ്പോൾ ഈ പോട്ടയിൽ പോയപ്പോൾ ഈ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ ഷിബു പറഞ്ഞതും കൂടെ വെച്ച് ഞാൻ പറഞ്ഞു, കർത്താവ് നീ ജീവിക്കും ദൈവത്തിനാണ് ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് എൻ്റെ റൂമിന്റെ അകത്തൊന്ന് ഇറങ്ങി വന്ന് എനിക്കൊരു അടയാളം തരണം, എന്നെ ഒന്ന് സ്പർശിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിശ്ചയമായും ഈ വേദപുസ്തകം ചുമന്നുകൊണ്ട് നിന്റെ വേല ഞാൻ ചെയ്യുമെന്ന്, ഇല്ലെങ്കിൽ നിന്റെ പ്രവൃത്തി ഞാൻ ചെയ്യുമെന്ന് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. പക്ഷെ ഞാനിത് പറഞ്ഞു, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അതൊരു 8 മണിയായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഞാനവിടെ ഇരിക്കുകയാണ്, കട്ടിലിൽ ഇങ്ങനെ തലവഴി പുതപ്പിട്ടുകൊണ്ട് കിടക്കാൻ പറ്റത്തില്ല, ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എന്തെങ്കിലും സംഭവിക്കുന്ന ഓർത്ത്. 9 മണിയായി, 10 മണിയായി, 11 മണിയായി, ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവമില്ല, അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ഒരു 11:45 ആയപ്പോഴാണ് എൻ്റെ റൂമിന്റെ അകത്ത്, ഇല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന, ഇല്ലെങ്കിൽ പുതച്ചു മൂടിയിരിക്കുന്ന പുതപ്പിന്റെ അകത്ത് എൻ്റെ ശരീരത്ത് ഒരു ഷോക്ക് അടിക്കുന്ന പോലെ അവസ്ഥ ഉണ്ടാകുകയും എൻ്റെ കാതിലൊരു ശബ്ദം കേൾക്കുകയാണ്, ബൈബിൾ എടുത്ത് വായിക്കുക. അപ്പൊ നിരീശ്വരവാദ കുടുംബത്തിൽ എങ്ങനെ ബൈബിൾ വന്നു എന്നുള്ളതാണ്. എൻ്റെ പിതാവിന്റെ പിതാവ് പഴയ 7ാം ക്ലാസ്സുകാരനാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു സ്കൂൾ അധ്യാപകനായി ഒരു പ്രിൻസിപ്പാളായൊക്കെ അപ്പോയിന്റ് ചെയ്യപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസമുള്ള ആളാണ്. എന്നെ കുട്ടിക്കാലത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നൊക്കെ അദ്ദേഹമാണ്. അത്ര വിദ്യാഭ്യാസമുള്ള അദ്ദേഹം. എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഞങ്ങളുടെ വീട്ടിലുണ്ട്. പാർട്ടി പുസ്തകങ്ങളുണ്ട്, ഖുറാന്റെ ഒരു പതിപ്പുണ്ട്, ഭഗവത്ഗീതയുടെ പതിപ്പുകൾ, ബൈബിളിന്റെ പതിപ്പുകൾ. കാരണം നിരീശ്വരവാദത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എൻ്റെ പിതാവിന്റെ പിതാവും ഒക്കെ സമയം കിട്ടുമ്പോഴെല്ലാം വായനയാണ്. അദ്ദേഹം ആ ലൈബ്രറിയിലെ ഒരു നല്ല ശതമാനം പുസ്തകം വായിച്ചു തീർത്ത് അതേ ലൈബ്രറിയിലാണ് എൻ്റെ ജ്യേഷ്ഠൻ ലൈബ്രറിനായിട്ട് ഇരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ ബൈബിള് ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന് ഉൽപ്പത്തി പുസ്തകമില്ല, വെളിപ്പാടില്ല, അങ്ങനെ പഴയ ഒരു പുസ്തകമാണ്. പക്ഷെ ഈ ശബ്ദം കേൾക്കുകയും ഈ പുരയുടെ മൂലക്കിരിക്കുന്ന പുസ്തകത്തിന്റെ അടുക്കലേക്ക് ഞാൻ ഓടി ചെല്ലുകയാണ്. കാരണം അത് കാലങ്ങളായിട്ട് അവിടെ ഇരിക്കാറുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഇരിക്കുന്ന മറ്റ് പുസ്തകങ്ങളെല്ലാം അന്ന് വരെ വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പുസ്തകം ഒരിക്കലും, ബൈബിൾ എന്ന് പറയുന്ന ആ ഒരു പുസ്തകം എനിക്കത് വായിക്കാൻ തോന്നിയിട്ടുമില്ല, ഞാനത് വായിച്ചിട്ടുമില്ല. എന്നാൽ ഞാൻ ഖുറാന്റെ പതിപ്പ് വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാഭാരതം, ഭഗവത്ഗീത, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പുസ്തകം മാത്രം ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കൈകൊണ്ടെടുക്കുന്നത്. പള്ളിയിലച്ഛൻ പൂജിച്ചു തന്ന ഒരു വലിയ POCയുടെ ബൈബിൾ വീട്ടിലുണ്ട്. പക്ഷെ ഞാനത് വായിച്ചൊന്നുമില്ല. അച്ഛൻ പറഞ്ഞത് കൊണ്ട് വെച്ചാൽ മതി, ഭൂതം പൊക്കോളൂ എന്ന് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചേക്കാണ്. പക്ഷെ ഈ ബൈബിൾ ഞാൻ ആദ്യമായിട്ട് കയ്യിലെടുത്തിട്ട് ഞാൻ തുറന്ന് വായിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നുള്ള ആ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഈ വാക്യം വായിച്ചതും ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് കരയാൻ തുടങ്ങി. എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു സോഡാ കുപ്പി പൊട്ടിക്കുന്ന പോലെ എന്തോ പെട്ടെന്ന് പൊട്ടി പുറത്തേക്ക് വരികയും ആ രാത്രി 12 മണി മുതൽ നേരം വെളുത്ത് 5:30 വരെ ഞാൻ ആ കട്ടിലിരുന്ന് കരയുകയാണ്. വായിക്കകത്ത് പുതപ്പൊക്കെ തിരികെ വെച്ച്, കാരണം കരച്ചിലിന്റെ ശബ്ദം അമ്മയോ ജ്യേഷ്ഠന്മാർ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഇരുന്നുകൊണ്ട് 5:30 വരെ ഞാൻ കരയുകയാണ്. അപ്പൊ അന്ന് വരെ ചെയ്ത എല്ലാ പാപങ്ങളുടെ ഭാരങ്ങളെല്ലാം ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ പറയുകയാണ്. നേരം വെളുത്ത ഒരു 5:30-6 മണി ആയപ്പോഴത്തേക്ക് അന്ന് മഴക്കാലമാണ്, തുണി അലക്കിയിട്ടിരുന്നു, പകുതി ഉണങ്ങിയതേ ഉള്ളൂ. ഷർട്ടും പാൻറ്റും എടുത്തിട്ട് ഞാൻ ഓടുക, രാവിലെ ഇറങ്ങി. അപ്പൊ അമ്മേനോട് ചോദിച്ചു, ഇത്ര രാവിലെ എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പാസ്റ്റർ അടിയിലേക്ക് പോവുകയാണ്, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഏതായാലും പാസ്റ്ററുടെ അവിടെ ഞാൻ ഓടിയെത്തുന്നു. അദ്ദേഹം രാവിലെ അദ്ദേഹം തന്നെ ഭയന്ന് പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരാൾ വന്ന് വാതിലിനടിക്കുന്നു. അദ്ദേഹം വാതിൽ തുറന്നു. എന്നോട് ചോദിച്ചു എന്താ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കും, ഞാൻ മരിച്ചു പോകും. അങ്ങനെ അദ്ദേഹം എന്നെ എന്ത് ചെയ്യുകയാണ്, എന്നെ പെരയ്ക്കകത്ത് വിളിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ആഹാരം അവിടുന്ന് തന്നെ വിളമ്പി തരുന്നു. അതിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനോട് പറഞ്ഞു മരിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ആഹാരം ഞാൻ കഴിക്കത്തില്ല, കാരണം ഇത് കഴിച്ചാൽ മരിച്ചു പോകും. അതുപോലെ വയറ് പഴുത്ത് അഴുകി നിൽക്കുകയാണ്, ദുർഗന്ധം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു മരിച്ചു വീണാലും ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിച്ചുകൊള്ളാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് രാജു KJ എന്നാണ്. അദ്ദേഹം ഇന്ന് കൊല്ലത്ത് ഒരു സഭയിലെ പാസ്റ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കുമളിക്കാരനാണ്. അദ്ദേഹം കുടുംബമായിട്ട് അവിടെ വന്ന് ഒരു ചെറിയ മുറിക്കകത്ത് സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പലപ്പോഴും അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ആരാധനയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ കടന്നു പോയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അടുക്കലാണ് ഞാൻ ഓടിച്ചിരുന്നത്. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞു. അന്ന് രാത്രി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ വന്ന് അമ്മയോട് അനുവാദം ചോദിച്ചു. ആ 2 കൊച്ചു കുഞ്ഞുങ്ങളും പാസ്റ്ററും ഭാര്യയും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്നെ നടുക്കിരുത്തി അവർ പ്രാർത്ഥിച്ചു.
50 ദിവസക്കാലം ഞാൻ ഉറങ്ങിയിട്ടില്ല. 49 ദിവസം 50ാമത്തെ ദിവസമാണിത്. അപ്പൊ അദ്ദേഹം രാത്രിക്ക് എന്നോട് ചോദിച്ചു ഉറങ്ങണോ? ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങണം. അദ്ദേഹം രാത്രി ആ ആരാധന കുടുംബ പ്രാർത്ഥന ഇടയ്ക്ക് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങി. അന്ന് രാത്രി 8 മണിക്ക് കിടന്നിട്ട് പിറ്റേ നേരം വെളുത്ത് 9:30 വരെ ആ മുറിയിൽ കിടന്ന് ഞാൻ ഉറങ്ങുകയാണ്. അങ്ങനെ ആ പാസ്റ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ വിചാരിച്ച എൻ്റെ അസുഖമെല്ലാം ഭേദമാകും, എനിക്ക് ആഹാരം കഴിക്കാൻ കഴിഞ്ഞു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ട്, പക്ഷെ എനിക്ക് അസുഖം ഭേദമാകുന്നില്ല. അങ്ങനെ ഒരു 21 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ അസുഖം കൂടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹം വീണ്ടും പാസ്റ്റ് അടുത്ത് എന്ന് ഞാൻ പാസ്റ്റോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ അസുഖം കുറയുന്നില്ല, എന്താ ചെയ്യണ്ടേ? അദ്ദേഹം പറഞ്ഞു, ദാസനെ നമ്മൾ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, മുട്ടുകുത്താൻ പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി അവിടെ അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു പൊക്കോടുക, ദൈവം ഇന്ന് രാത്രികാലം ഒരു ദർശനം തരും, ദൈവം ദർശനത്തിലൂടെ ഇടപെടും. അദ്ദേഹം എന്നെ പറഞ്ഞു വിടുകയാണ്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അവിടുന്ന് ഒരു 15 മിനിറ്റ് നടന്നാൽ മതി എൻ്റെ വീട്ടിൽ വരാനായിട്ട്. പക്ഷെ ഞാൻ പകുതി നടന്നപ്പം ആരെ കൂടെ കൊണ്ട് അടിക്കുന്ന പോലെ എൻ്റെ ചങ്കിന് ഒറ്റ അടിയാണ്. എനിക്ക് ശ്വാസം നിന്ന് പോയി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ വഴിയിൽ കിടന്ന് മരിക്കാൻ അനുവദിക്കരുത്, ഭവനം വരെ ചെല്ലാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ശ്വാസം മടങ്ങി വന്ന് ഞാൻ പയ്യെ നടന്ന് വീട്ടിൽ ചെന്ന് കട്ടിലേക്ക് കയറി കമന്ന് കിടക്കുകയാണ്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് ആയിട്ട് ആൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ വേദന കാരണം കട്ടിലേക്ക് കമന്ന് കിടക്കും. ഇദ്ദേഹം വന്ന് ആഹാരം കഴിച്ച് എൻ്റെ കൂടെ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര തൊട്ടടുത്ത കട്ടിലേക്ക് കയറി കിടന്നു, എനിക്ക് കിടക്കാൻ പറ്റത്തില്ല, ശരീരത്ത് ഭയങ്കര വേദനയാണ്, അതുകൊണ്ട് അദ്ദേഹം തൊട്ടടുത്ത കട്ടിലേക്ക് കയറി കിടന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് ഒന്നിൽ എൻ്റെ പ്രാണനെ എടുക്കണം, എനിക്ക് സൗഖ്യം തരണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. അങ്ങനെ കിടന്ന് ഒരു 10-12 മണിയായി, ഇല്ലെങ്കിൽ ഒരു 1-2 മണി, എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും കൊള്ളാം, നല്ല ഒരു രാത്രിയായ സമയത്ത് പെട്ടെന്ന് എൻ്റെ റൂമിൻ്റെ അകത്തൊരു വെട്ടമടിക്കുകയാണ്. ആ വെട്ടത്തിന്റെ അകത്തുനിന്ന് ഒരു തേജോമയനാകുന്ന വസ്ത്രം ധരിച്ച ഒരു വ്യക്തി ഇറങ്ങി വന്നിട്ട് പയ്യെ ഇങ്ങനെ നടന്നു വന്ന് എൻ്റെ കട്ടിലിൽ കമന്ന് കിടന്ന് എന്നെ അടിയിലൂടെ കൈ കടത്തിയിട്ട് എടുത്ത് മലർത്തി ഇങ്ങനെ കടത്തിയിട്ട് ആ കട്ടിലെ ഇരുന്നിട്ട് എന്നോട് ചോദിച്ചു, മകനെ ഞാൻ എന്ത് ചെയ്തു തരണം? ഞാൻ ആ കട്ടിൽ കടന്ന് പറഞ്ഞു, കർത്താവേ ഒന്ന് കർത്താവെന്നല്ല, എനിക്ക് അസുഖം കൂടുതലാണ്, ഒന്ന് എൻ്റെ പ്രാണനെ എടുക്കണം, ഇല്ലെങ്കിൽ എന്താണ് എനിക്ക് സൗഖ്യം തരണമെന്ന് പറഞ്ഞാൽ കട്ടിലെ വന്നിരുന്ന വ്യക്തി എൻ്റെ ചങ്കിന് പയ്യെ തൊട്ടിട്ട് പറഞ്ഞു, മകനെ ഇന്ന് രാത്രി നീ സൗഖ്യമാകുക എന്ന് പറയുകയും തൊട്ടപ്പുറത്തെ കിടന്ന കട്ടിലെ കിടന്ന വ്യക്തി ഒരൊറ്റ കാർച്ചയാണ്. എൻ്റെ ചങ്കത്ത് തൊട്ടതും അദ്ദേഹം ഒറ്റ കാർച്ചയാണ്. അദ്ദേഹം കാറുന്ന ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റപ്പം ഞാൻ ഭയങ്കരമായിട്ട് വിയർപ്പിൽ കുളിച്ചിരിക്കുക. ആ മഴ പെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ആ തണുപ്പുള്ള സമയത്ത് ഞാൻ വിയർപ്പിൽ കുളിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ശരീരം കുലുക്കി നോക്കി, എൻ്റെ ശരീരത്തെ തൊട്ടു നോക്കി, ഒരു കുഴപ്പമില്ല. അന്ന് രാത്രിക്ക് ആ സ്പർശനത്താൽ ഞാൻ സൗഖ്യം പ്രാപിച്ചത് 2000 ജൂലൈ മാസം 19-ാം തീയതിയാണ് ആ സംഭവം നടക്കുന്നത്. ആ രാത്രി ഞാൻ സൗഖ്യം പ്രാപിച്ചാണ്. ഇന്നിപ്പോ 25 വർഷമായി. ഇന്നിപ്പോ 2025 ജൂലൈ മാസം 17-ാം തീയതി വരാൻ പോവുകയാണ്. 25 വർഷമായി ഒരിക്കൽ പോലും ആ ആത്മാവ് എൻ്റെ മേൽ വന്നിട്ടില്ല, എൻ്റെ കുടുംബത്തെ സ്പർശിച്ചിട്ടില്ല, എൻ്റെ ശരീരത്തെ സ്പർശിച്ചിട്ടില്ല. ആത്മാവ് എൻ്റെ കുടുംബത്തെ ആരെയും തൊടാൻ ദൈവം അനുവദിച്ചില്ല എന്നാണ്. ഞങ്ങളുടെ കുടുംബം എല്ലാവരും രക്ഷിക്കപ്പെട്ട് എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഞാൻ 2003 സുവിശേഷ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നതാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നും ഞാൻ MS കോളേജിലൊക്കെ SFIയുടെ പ്രവർത്തകനായി പ്രസംഗിക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ മത്തായിയുടെ സുവിശേഷം 11:27 വെച്ചുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ നിന്ന് വരുമെന്ന് പറഞ്ഞ യേശുക്രിസ്തു ലോകം കണ്ടാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പ്രസംഗിച്ചു നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ എല്ലാവരും കളിയാക്കി വിളിക്കുന്നത് സഖാവ് യേശുക്രിസ്തു എന്നാണ് എന്നെ കളിയാക്കി വിളിക്കുന്നത്. ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് ഇടുന്നത് സഖാവ് യേശുക്രിസ്തു എന്ന് എന്നെ കളിയാക്കി വിളിക്കുന്നത്. എന്നാൽ അവിടെ നിന്നൊക്കെ എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു. ഈ നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ 23 വർഷമായി ഇന്ത്യയിലെ 8ഓളം സ്റ്റേറ്റുകളിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞാൻ 2008 ഞാൻ വിവാഹം കഴിച്ചു. എൻ്റെ ഭാര്യയുടെ പേര് സതി തോമസ് എന്നാണ്. എൻ്റെ കുഞ്ഞ് ഡാനിയൽ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ ഇവിടെ ഛത്തീസ്ഗഡ് തക്ഷശില ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെയായിട്ട് വളരെ 1 വർഷം മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ 23 വർഷമായി നോർത്തിലാണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ സഭ ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ ബജരംഗദളിന്റെ ഒക്കെ ആകുന്ന പ്രശ്നം കാരണം എൻ്റെ സഭ അടച്ചിട്ടിരിക്കുകയാണ് കഴിഞ്ഞ 6 മാസക്കാലമായി. അതുകൊണ്ട് ഞാനിവിടെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലൂടെ ആയിരിക്കുന്നു. ഈ ദേശം വിട്ടു പോകുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തന്നെ കർത്താവ് കൊണ്ടുവന്നാണ്, ഇവിടെ തന്നെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള വിശ്വാസത്താൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ തൊട്ടു വചനത്തിലൂടെ എൻ്റെ റൂമിൽ ഇറങ്ങി വന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ഏതെങ്കിലും പ്രതികൂലത്തിൽ പ്രയാസങ്ങളായിരിക്കുന്നുവെങ്കിൽ, അവസാനത്തെ ആ വിളി നിങ്ങൾ വിളിക്കേണ്ടത് കർത്താവാകുന്ന യേശു നീ ദൈവത്തിനാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ റൂമിൻ്റെ അകത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ മടിച്ചു നിൽക്കാതെ ഒരു പുല്ലുകൊണ്ട് മേഞ്ഞ കുടുംബത്തിന്റെ ഒരു ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന, റൂമിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് നിങ്ങളുടെ കുടുംബത്തിലും ഇറങ്ങി വരും. നിങ്ങളെ തൊടും, നിങ്ങളുടെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കും. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ തലമുറകൾ സുരക്ഷിതമായിരിക്കും. അതാണ് നമ്മുടെ സങ്കീർത്തനക്കാരൻ 84:3 പറയുന്നത് പോലെ,
കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. വിലയില്ലാത്ത കുരുകിലും കാലത്തെ തിരിച്ചറിയുന്ന മീവൽ പക്ഷിയും യാഗപീഠത്തിന്റെ അരികിൽ കൂടുകെട്ടി അവരും അവരുടെ തലമുറകളും സുരക്ഷിതമായിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അപ്രകാരം ഒരു യാഗപീഠമുണ്ട് ഓടി വന്ന് അഭയം പ്രാപിക്കുവാൻ. അവിടേക്ക് ഓടി വന്ന് എന്റെ പ്രാണനെ അവൻ പരിപാലിച്ചുവെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവനെയും നിങ്ങളുടെ പ്രാണനെയും നിങ്ങളുടെ തലമുറകളെയും അവൻ പരിപാലിക്കുമെന്നുള്ള ആശംസയോടുകൂടി ഈ എളിയ സാക്ഷ്യത്തെ എവിടെ നിർത്തുന്നു? ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാണ്.